ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇസ്രായേൽ ജനത്തെ നയിച്ച മോശ. ഇസ്രായേൽ ജനത്തെ വാഗ്ദാന ഭൂമിയിൽ എത്തിക്കുന്നതിന് മുമ്പ് മോശ മരിച്ചു. മോശയുടെ മരണം ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ വലിയ അങ്കലാപ്പുണ്ടാക്കി. മോശയുടെ ശക്തമായ നേതൃത്വത്തിന് ശേഷം ഇനി ആര് എന്നൊരു വലിയ ചിന്ത, അതായത് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു, തങ്ങൾ വാഗ്ദാന ഭൂമിയിൽ പ്രവേശിച്ചുമില്ല. തങ്ങളെ അവിടുന്ന് നയിച്ചു കൊണ്ടുവന്ന മോശ മരിച്ചു പോവുകയും ചെയ്തു. ഇനി എന്താണ് തങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന വലിയൊരു ആശങ്ക മോശയുടെ മരണത്തിന് ശേഷം ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലുണ്ടായി. ഈജിപ്തിൽ നിന്ന് ജനത്തെ ഇറക്കിക്കൊണ്ടുവന്നതും ഫറവോയ്ക്ക് ശക്തമായ 10 ശിക്ഷകളിലൂടെ മറുപടി നൽകി ഫറവോയെ ഇസ്രായേൽ ജനത്തെ വിടുവിക്കുന്ന തരത്തിൽ ആക്കിത്തീർത്തതും, ചെങ്കടലിൻ്റെ നടുവിലൂടെ വഴി തുറന്ന് ഇസ്രായേൽ ജനത്തെ അക്കരെ എത്തിച്ചതും, മരുഭൂമി യാത്രയുടെ എല്ലാ കഷ്ടതകളും ദുരിതങ്ങളും അതിൻ്റെ എല്ലാം മധ്യത്തിൽ ഇസ്രായേൽ ജനത്തെ ദൈവത്തോട് ചേർത്ത് നിർത്തി നയിച്ചതും, ജനം മല്ലടിച്ചപ്പോൾ അതിനെല്ലാം ദൈവത്തോട് ചേർന്ന് നിന്ന് ഇസ്രായേൽ ജനത്തെ ഉപേക്ഷിക്കാതെ ദൈവത്തോട് ചേർത്ത് നിർത്തിയ, ദൈവത്തിൻ്റെ കൽപ്പനകളോട് ചേർത്ത് നിർത്തിയ വിശ്വസ്തനായ മോശയ്ക്ക് എന്തൊക്കെ സംഭവിച്ചു? ഇനി തങ്ങളുടെ ജീവിതം എന്ത്? അതായിരുന്നു ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിലുള്ള വലിയ ഒരു പ്രതിസന്ധി. ഇതെല്ലാം നേരിട്ട മോശ രംഗത്ത് നിന്ന് വിടവാങ്ങിയപ്പോൾ ഇസ്രായേൽ ജനം ശരിക്കും പകച്ചുപോയി. ഒരു വലിയ ആശങ്ക അവരുടെ ഉണ്ട്. ഇനി എങ്ങനെയാകും കാര്യങ്ങൾ? മോശ ചെയ്തതുപോലെയൊക്കെ ഇനി ആർക്ക് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും? മോശയുടെ നേതൃത്വ പാഠവുമുള്ള ആരാണിനി ആ അവസ്ഥയിലേക്ക് വരിക? ഇങ്ങനെ 100 സംശയങ്ങൾ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. പക്ഷേ ദൈവം ജോഷുവയോട് പറയുന്നു. ജോഷുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 5-ാമത്തെ തിരുവചനം, നിൻ്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഞാൻ മോശയുടെ കൂടെ എന്ന പോലെ നിന്നോട് കൂടെയും ഉണ്ടായിരിക്കും, ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. ദൈവത്തിൻ്റെ ശക്തമായ വാക്കുകളാണിത്. നിൻ്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. ഞാൻ മോശയുടെ കൂടെ എന്ന പോലെ നിന്നോടുകൂടെയും ഉണ്ടായിരിക്കും, ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. ഇതിൽ കൂടുതൽ മനോഹരമായൊരു വാഗ്ദാനം ലഭിക്കാനില്ല. ഇസ്രായേൽ ജനത്തിൻ്റെ എല്ലാ ആശങ്കകളും പരിഹരിക്കുന്ന വചനമായിരുന്നു ഇത്. പക്ഷേ വചനത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം ശക്തമായ സംരക്ഷണം നൽകുന്നു. നമ്മൾ വചനത്തിൽ കാണുന്നു, പിന്നീട് ഇങ്ങോട്ട് പോകുമ്പോൾ മോശ നയിച്ചതുപോലെ തന്നെ ഇസ്രായേൽ ജനത്തെ നയിക്കുകയും ഇസ്രായേൽ ജനത്തിന് വാഗ്ദത്ത ഭൂമി വിഭജിച്ച് നൽകുകയും ചെയ്ത ശ്രമകരമായ ജോലി ചെയ്ത് തീർത്തത് ജോഷുവയാണ്. കർത്താവിന് ഒന്നും അസാധ്യമല്ല. ഒന്നിൻ്റെയും മുമ്പിൽ അവിടുന്ന് നിസ്സഹായനുമല്ല. അവിടുന്ന് ജോഷുവയോട് പറയുന്ന വാക്കുകൾ, നിൻ്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. അതാണ് തമ്പുരാൻ ശക്തമായി കരം പിടിച്ചാലുള്ള അപ്പം വിജയം നൽകുന്നത് കർത്താവാണ്. മോശയുടെ കഴിവല്ല. ചെങ്കടലിലൂടെ നയിച്ചതും മന്ന വർഷിച്ചതും മരുഭൂമിയിലൂടെ നടത്തിയതും വെള്ളം കുടിക്കാനില്ലാതെ വന്നപ്പോൾ വെള്ളം നൽകിയതും സീനായ് ഉടമ്പടിയും ഇതൊന്നും മോശയുടെ കരങ്ങളായിരുന്നില്ല. മോശ ഒരു ഉപകരണം മാത്രമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ശക്തമായ കരമാണ് മോശയിലൂടെ പ്രവർത്തിച്ചത് എന്നും
ദൈവത്തിന് ഇഷ്ടമുള്ള വ്യക്തിയിലൂടെ ഇനിയും ദൈവത്തിൻ്റെ ശക്തമായ കരം പ്രവർത്തിക്കുമെന്നും ഇസ്രായേൽ ജനം വിശ്വസിക്കേണ്ടതായിരുന്നു. ഇസ്രായേൽ ജനം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലും നമ്മൾ വിശ്വസിക്കേണ്ടത് ഇതാണ്: ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ആരുടെയെങ്കിലുമൊക്കെ ശക്തമായ കരം ദൈവം ഉപയോഗിച്ച് ദൈവം തൻ്റെ മഹത്വത്തിനായിട്ട് എല്ലാം ഉപയോഗിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊക്കെ എന്തു ചെയ്തു? നമ്മുടെയൊക്കെ പേരുകൾ തങ്കലിപികളാൽ എഴുതപ്പെടാനും നമ്മുടെയൊക്കെ പേര് നിലനിർത്താനും ഒക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുക. ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഈ ലോകത്തിന്, ഈ സഭയ്ക്ക്, ഞാൻ എൻ്റെ കുടുംബത്തിന്, ഞാൻ എൻ്റെ സമൂഹത്തിന്, ഇടവകയ്ക്ക് ഞാൻ എന്ത് ചെയ്തു? ഞാൻ ചെയ്തത് എല്ലാവരും അറിയണം. പക്ഷേ നമ്മൾ ഓരോരുത്തരും എന്തൊക്കെ ചെയ്താലും നമ്മുടെ കരമുപയോഗിച്ച് ദൈവം പ്രവർത്തിക്കുന്നു എന്നും ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ടാണ് നമ്മളെല്ലാം പ്രവർത്തിക്കുന്നതെന്നും ഒന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഇസ്രായേൽ ജനത്തിനുണ്ടായതുപോലെ ഒരു ആശങ്കയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടവരില്ല. അപ്പോൾ എല്ലാത്തിൻ്റെയും പിന്നിൽ ദൈവത്തിൻ്റെ കരമാണ് പ്രവർത്തിക്കുന്നത് എന്നും ദൈവത്തിൻ്റെ ശക്തമായ പ്രവൃത്തികളാണ് നമ്മിലൂടെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിച്ചാൽ മാത്രമേ ആശങ്കകളില്ലാതെ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം എല്ലാ മനുഷ്യരുടെയും ദൈവത്തിന് സമ്പൂർണ്ണമായും സമർപ്പിക്കാൻ ആർക്കൊക്കെയാണോ മനസ്സുള്ളത് അവരുടെ കരങ്ങളിലൂടെ ദൈവം ശക്തമായി പ്രവർത്തിച്ചിരിക്കും. ആ വ്യക്തിക്കല്ല പ്രാധാന്യം, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിനാണ് പ്രാധാന്യം. ദൈവത്തിൻ്റെ ശക്തമായ കരത്താലാണ് ഈജിപ്തിൽ നിന്ന്, ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് ദൈവം തൻ്റെ ജനത്തെ മോചിപ്പിച്ചത്. ഇപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ദൈവം ശക്തമായി പ്രവർത്തിക്കുന്നത്, ദൈവം നമ്മളെയൊക്കെ ഉപകരണങ്ങളാക്കുന്നത്, ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ സംഭവിക്കുകയാണ്. നമുക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആശങ്കകളും ഉത്കണ്ഠകളും വരും. ഇനി എന്ത് എന്ന ചോദ്യം മോശയുടെ മരണശേഷം ഇസ്രായേൽ ജനത്തിനുണ്ടായതുപോലെ നമ്മുടെ ജീവിതത്തിലും ആശങ്കകളുണ്ടാകും. ആശങ്കയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥാനവുമില്ല. കാരണം ദൈവത്തിൻ്റെ കരമാണ് നമ്മുടെയൊക്കെ പിന്നിലൂടെ പ്രവർത്തിക്കുന്നത്, നമ്മുടെ കരത്തിലൂടെ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തമായ കരമാണ് എന്ന് വിശ്വസിക്കാൻ സാധിച്ചാൽ മാത്രമാണ് നമുക്ക് അനുഗ്രഹം ലഭിക്കുക, ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാനും നമുക്ക് കഴിയുക. ഇല്ലെങ്കിൽ നമ്മൾ ചില വ്യക്തികളിൽ കേന്ദ്രീകരിച്ച് ദൈവത്തിൻ്റെ വചനത്തെയും ദൈവത്തിൻ്റെ ശക്തമായ പ്രവർത്തനത്തെയും നമ്മൾ പലപ്പോഴും വില കുറച്ച് കാണുന്നതായിരിക്കും. അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. അപ്പം ദൈവത്തിൻ്റെ ശക്തമായ കരം പ്രവർത്തിക്കുന്നത് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആരുടെ കരങ്ങളിലൂടെയും ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നത് കാണാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പം ദൈവത്തിൻ്റെ ശക്തമായ കരമാണ് എല്ലാത്തിൻ്റെയും പിന്നിലെന്നും ആത്മാവ് വഴി നടത്തിയതാണ് എൻ്റെ ജീവിതമെന്നും ഞാനാണ് ചെയ്തത് എന്നൊന്നും പറഞ്ഞു നടക്കാൻ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം കാണാനും എൻ്റെ പ്രവൃത്തികൾ അവിടെ ദൈവം എന്നെ ഉപയോഗിച്ചത് മാത്രമാണ് എന്നും കാണാനായിട്ട് നമുക്ക് സാധിക്കണം. എനിക്ക് മഹത്വമല്ല, ദൈവത്തിൻ്റെ നാമത്തിനാണ് മഹത്വമുണ്ടാകുന്നത്. അപ്പം നിൻ്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. നിൻ്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ദൈവമാണ് നമ്മുടെ കരത്തിൽ പ്രവർത്തിക്കുന്നത് എങ്കിൽ ദൈവത്തിന് വേണ്ടിയുള്ള ഒരു ദൗത്യത്തിലും ആർക്കും നമ്മളെ തോൽപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ എന്ന പോലെ നിന്നോട് കൂടെയും ഉണ്ടായിരിക്കും. മോശയുടെ കൂടെ ഉണ്ടായിരുന്ന ദൈവം മോശയ്ക്ക് ശക്തി പകർന്ന, മോശയിലൂടെ പ്രവർത്തിച്ച അതേ കരം അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്നും തുടർന്നുകൊണ്ടിരിക്കും. ലോകത്തിൻ്റെ അവസാനം വരെയും അവിടുത്തെ പദ്ധതികൾ പൂർണ്ണമായും നടപ്പിലാകുന്നത് വരെ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവരെ ദൈവം സ്വതന്ത്രമായി ദൈവം അവരെ ഉപയോഗിച്ചു. മോശയെ ദൈവം വിളിച്ചപ്പോൾ മോശ പരിപൂർണമായും ദൈവത്തിൻ്റെ തിരുമനസ്സിന് കീഴ്വഴങ്ങിയതുപോലെ, പ്രവാചകന്മാരെ ഓരോരുത്തരെയും ദൈവം വിളിച്ചപ്പോൾ അവർ കീഴ്വഴങ്ങിയതുപോലെ ദൈവത്തിന് കീഴ്വഴങ്ങുന്നവരുടെ കരത്തിലൂടെ ദൈവത്തിൻ്റെ ശക്തമായ കരം പ്രവർത്തിക്കും. നമ്മെക്കൊണ്ടും ദൈവത്തിന് മഹത്തായ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പം മോശയുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന ദൈവം, മോശയുടെ ജീവിതം ഉപയോഗിക്കുന്ന ദൈവം,
ദൈവത്തിൻ്റെ ശക്തമായ ആ പ്രവൃത്തിക്ക് മുമ്പിൽ മോശ സമ്പൂർണ്ണമായും സമർപ്പിച്ചപ്പോൾ അത്ഭുതങ്ങൾ നടന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും ഈ കാലഘട്ടത്തിലും തമ്പുരാൻ്റെ വചനത്തിൻ്റെ പ്രഘോഷണത്തിനും അവിടുത്തെ പ്രവൃത്തികൾ നമ്മളിലൂടെ നടക്കുന്നതിനും സ്വതന്ത്രമായി വിട്ടുകൊടുക്കാൻ സാധിച്ചാൽ ആ അത്ഭുത ശക്തികൾ നമ്മുടെ ജീവിതത്തിലും പ്രവർത്തിക്കും. നമ്മളും ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള മനുഷ്യരായിത്തീരും. അവിടുത്തെ ഇഷ്ടമാണ് നിറവേറേണ്ടത്, ഒരിക്കലും എൻ്റെ ഇഷ്ടമല്ല നിറവേറേണ്ടത് എന്ന് നമ്മൾ ഓർമ്മിക്കുക. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 4-ാം അധ്യായം 29-ാമത്തെ തിരുവചനം ദൈവം സോളമന് കൊടുത്ത അളവറ്റ നന്മകളെക്കുറിച്ച് രാജാക്കന്മാരുടെ പുസ്തകം പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളിൽ വലിയ ഉപകരണമായിരുന്നു സോളമൻ. ദൈവം സോളമന് അളവറ്റ ജ്ഞാനവും ഉൾക്കാഴ്ചയും കടൽ തീരം പോലെ വിശാലമായ ഹൃദയവും പ്രദാനം ചെയ്തു. പൗരസ്ത്യദേശത്തെയും ഈജിപ്തിലെയും ജ്ഞാനികളെ അതിശയിക്കുന്നതായിരുന്നു സോളമൻ്റെ ജ്ഞാനം. കാരണം സോളമന് ദൈവം നൽകിയ അനുഗ്രഹം അതിനുശേഷം ആർക്കും ഇന്നേ വരെ ഭൂമിയിൽ നൽകിയിട്ടില്ല. അത്രത്തോളം വലിയ അനുഗ്രഹമാണ് ദൈവം സോളമന് നൽകിയത്. ഇതുപോലെ ദൈവം മറ്റൊരു രാജാവിനും ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ നൽകിയിട്ടില്ല. കാരണം സോളമൻ അധികാരമേറ്റപ്പോൾ സോളമൻ ഒരു വാക്ക് പ്രാർത്ഥിച്ചു, ദൈവമേ, വലിയ സാമ്പത്തിക ഭദ്രതയോ വലിയ സൈനിക ശക്തിയോ രാജ്യത്തിൻ്റെ വിസ്തൃതിയോ ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത് നിൻ്റെ ഈ ജനത്തെ നയിക്കാനുള്ള വിവേകം എനിക്ക് നൽകണമേ. സോളമൻ അത്രമാത്രമേ ദൈവത്തിൻ്റെ മുമ്പിൽ ചോദിച്ചുള്ളൂ. നിൻ്റെ ഈ ജനത്തെ നയിക്കാനുള്ള വിവേകം എനിക്ക് നൽകണമേ. എനിക്ക് സമ്പത്ത് വേണ്ട, എനിക്ക് സൈനിക ശക്തി വേണ്ട, എൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതി എനിക്ക് വർദ്ധിപ്പിക്കേണ്ട, എനിക്കങ്ങനെ പണവും പ്രതാപവും ഒന്നുമല്ല എനിക്ക് വേണ്ടത്. നിൻ്റെ ഈ ജനത്തെ നയിക്കാനുള്ള വിവേകം എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞു. ദൈവം അവന് മറുപടി കൊടുത്തു, നീ ഈ ചോദിച്ച വിവേകവും നീ ചോദിക്കാത്ത മറ്റനേക നന്മകളും സമ്പത്തും സൈനിക ശക്തിയും രാജ്യത്തിൻ്റെ വിസ്തൃതിയും എല്ലാം അതോടൊപ്പം നിനക്ക് ഞാൻ നൽകുന്നു എന്ന് ദൈവം സോളമന് മറുപടി നൽകി. അങ്ങനെ സോളമനെ ദൈവം വളരെ ശക്തമായിട്ട് ഉപയോഗിച്ചു. കാരണം സോളമൻ്റെ പ്രാർത്ഥന അത്രത്തോളം എളിയ ഒരു പ്രാർത്ഥനയായിരുന്നു. സോളമൻ്റെ ഈ പ്രാർത്ഥനയിൽ ദൈവം അങ്ങേയറ്റം സംപ്രീതനായി. അപ്പോൾ സോളമൻ കർത്താവിന് മനോഹരമായ ഒരു ആലയം പണിതു. വിവേകത്തോടെയും ജ്ഞാനത്തോടെയും ദൈവത്തെ നയിക്കാനുള്ള വലിയ കൃപയും നൽകി. എന്നാൽ അവിശ്വസ്തത സോളമൻ്റെ ജീവിതത്തിലെ അന്ത്യകാലഘട്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. സോളമൻ ഒത്തിരിയേറെ ദൈവത്തിൻ്റെ കൃപയിൽ നിന്നും അകന്നുപോയി. ദൈവത്തിൻ്റെ വചനം അവൻ്റെ ജീവിതത്തിൽ അങ്ങേയറ്റത്തോളം വിശ്വസ്തമായിട്ട് പാലിക്കുവാനായിട്ട് അവന് സാധിച്ചില്ല. ദൈവകൃപയിൽ നിലനിൽക്കുവാൻ വളരാനും സോളമന് സാധിച്ചില്ല. കാരണം സോളമൻ രാജാവ് ദൈവത്തിൻ്റെ കൽപ്പനകളെ മെല്ലെ മെല്ലെ അവൻ്റെ ഭാര്യമാർ അന്യ രാജ്യത്തെ സ്ത്രീകളെ കല്യാണം കഴിച്ചതുവഴി ആ സ്ത്രീകളുടെ സ്വാധീനത്തിൽപ്പെട്ട് അന്യദൈവ ആരാധനയിലേക്കും വിഗ്രഹ ആരാധനയിലേക്കും അവൻ മെല്ലെ മെല്ലെ വഴുതിപ്പോവുകയും ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് അവൻ അകന്നു പോവുകയും ചെയ്തു. വിശ്വസ്തനായിരുന്നാൽ ദൈവം എന്തു ചെയ്യും? ദൈവം സോളമനോട് ആദ്യമേ പറഞ്ഞു, ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കാനുള്ള എല്ലാ വഴികളും ദൈവം അവനെ പഠിപ്പിച്ചു. വിശ്വസ്തനായിരുന്നാൽ ദൈവം എന്തു ചെയ്യും? അവിശ്വസ്തനായി ജീവിച്ചാൽ ദൈവം എന്തു ചെയ്യും? ഇത് രണ്ടും സോളമനോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. വിശ്വസ്തത ആണെങ്കിൽ സമർത്ഥമായ അനുഗ്രഹം. 1 രാജാക്കന്മാർ 9-ാം അധ്യായം 3-ാമത്തെ തിരുവചനം, നീ നിർമ്മിക്കുകയും എന്നേക്കുമായി എൻ്റെ നാമം പ്രതിഷ്ഠിക്കുകയും ചെയ്ത ഈ ആലയം ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു. എൻ്റെ ഹൃദയപൂർവമായ കടാക്ഷം സദാ അവിടെ ഉണ്ടായിരിക്കും. അതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം. നീ നിർമ്മിക്കുകയും എന്നേക്കുമായി എൻ്റെ നാമം പ്രതിഷ്ഠിക്കുകയും ചെയ്ത ഈ ആലയം ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു. എൻ്റെ ഹൃദയപൂർവമായ കടാക്ഷം സദാ അവിടെ ഉണ്ടായിരിക്കും. അപ്പം ദൈവത്തിൻ്റെ ആലയത്തിന്, ദൈവത്തിൻ്റെ സോളമൻ്റെ പണിക്ക് ദൈവം കൊടുക്കുന്ന ഒരു മഹത്വം, ഈ അനുഗ്രഹമാണ് സോളമനോട് കർത്താവ് പറഞ്ഞത്. നീ നിർമ്മിച്ചതാണ്, എന്നേക്കുമായിട്ട് എൻ്റെ നാമം പ്രതിഷ്ഠിച്ചതാണ്. ഈ ആലയം ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു. എൻ്റെ ഹൃദയപൂർവമായ കടാക്ഷം എന്നും അതിന്മേലുണ്ടായിരിക്കും. ഈ ആലയം എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. ദൈവം എപ്പോഴും അതിലുണ്ടായിരിക്കും. അവിടെ നിന്ന് എപ്പോൾ പ്രാർത്ഥിച്ചാലും ഞാൻ പ്രാർത്ഥന കേൾക്കും.
നിങ്ങൾ യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്ന് ഈ ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ഞാൻ ആ പ്രാർത്ഥന കേൾക്കും. ഏതെങ്കിലും തരത്തിലുള്ള തിന്മകൾ വന്ന് നിങ്ങളുടെ കൃഷികൾ നശിക്കുകയും നിങ്ങൾ ഈ ആലയത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് നിങ്ങളെ അനുഗ്രഹിക്കും. ശത്രു സൈന്യം നിങ്ങളെ പിന്തുടരുകയും നിങ്ങളുടെ രാജ്യം ഭീഷണിയിലാവുകയും അപകടത്തിലാവുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ആലയത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ഇതാണ് ഈ ആലയത്തെക്കുറിച്ച് സോളമൻ രാജാവിന് ദൈവം നൽകിയ മനോഹരമായ വാഗ്ദാനം. എന്നാൽ നീ അവിശ്വസ്തനായിരുന്നാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയും. അതും കർത്താവ് അവനെ പഠിപ്പിച്ചു. നീയോ നിൻ്റെ മക്കളോ എന്നെ ഉപേക്ഷിച്ച് എൻ്റെ കൽപ്പനകളും നിയമങ്ങളും പാലിക്കാതെ അന്യദേവന്മാരെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ ഞാൻ നൽകിയിരിക്കുന്ന ദേശത്തു നിന്ന് ഇസ്രായേലിനെ ഞാൻ വിച്ഛേദിക്കും. എനിക്ക് വേണ്ടി ഞാൻ വിശുദ്ധീകരിച്ച ഈ ആലയം എൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ നീക്കിക്കളയും. ദൈവം തന്നെ കൊടുത്ത, ദൈവം തന്നെ വിശുദ്ധീകരിച്ച ആലയം. നീയോ നിൻ്റെ മക്കളോ എന്നെ ഉപേക്ഷിച്ച് എൻ്റെ കൽപ്പനകളും നിയമങ്ങളും പാലിക്കാതെ അന്യദേവന്മാരെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ ഞാൻ നൽകിയിരിക്കുന്ന ദേശത്തു നിന്ന് ഇസ്രായേലിനെ ഞാൻ വിച്ഛേദിക്കും. ദൈവത്തിൻ്റെ പ്രമാണങ്ങളുടെ ലംഘനം, നീയോ നിൻ്റെ മക്കളോ ഞാൻ നൽകിയ എൻ്റെ കൽപ്പനകളും നിയമങ്ങളും പാലിക്കാതെ അന്യദേവന്മാരെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ, ഇതാണ് ദൈവത്തിൻ്റെ വാക്ക്. കർത്താവ് വിശുദ്ധീകരിച്ചതാണ്, കർത്താവ് വസിക്കുന്നതാണ് ആ ആലയം. ഞാൻ നൽകിയിരിക്കുന്ന ദേശത്ത് നിന്ന് ഇസ്രായേലിനെ ഞാൻ വിച്ഛേദിക്കും. എനിക്ക് വേണ്ടി ഞാൻ വിശുദ്ധീകരിച്ച ഈ ആലയം എൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ നീക്കിക്കളയും. അപ്പം ദൈവം വിശുദ്ധീകരിച്ചതാണ് എങ്കിൽ പോലും ദൈവം അത് നീക്കിക്കളയും. അതിൻ്റെ കാരണം, നീയോ നിൻ്റെ മക്കളോ എന്നെ ഉപേക്ഷിച്ചാൽ, എൻ്റെ കൽപ്പനകളും നിയമങ്ങളും പാലിക്കാതെ അന്യദേവന്മാരെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ. അപ്പോൾ ദൈവത്തോട് വിശ്വസ്തമായിരിക്കുക ദൈവമെന്നും ആഗ്രഹിക്കുന്നത്. അത് ചെയ്യിച്ചത് ദൈവമാണ്, ഈ ആലയം പണിയിച്ചത് ദൈവമാണ്. എങ്കിലും ദൈവം അതിനെ തകർത്ത് കളയും. യേശുവിനെ നിരാകരിച്ച യഹൂദരോട് യേശു പറയുന്നുണ്ട്, നിങ്ങൾ ഈ കാണുന്ന ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോകുമെന്ന്. അത് യഥാർത്ഥത്തിൽ അത് സംഭവിക്കുകയും ചെയ്തു. ദൈവത്തിന് ആവശ്യം മനുഷ്യഹൃദയമാണ്. അവിടുത്തേക്ക് ആവശ്യം മനുഷ്യഹൃദയമാണ്. ആരാധിക്കുന്ന ഹൃദയങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ ദേവാലയം വേണം. ദൈവത്തെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ ആലയം വേണം. അതാണ് കർത്താവ് നൽകിയത്. അവിടുത്തെ ആരാധിക്കുന്ന ജനസമൂഹം ഹൃദയത്തിൽ ആരാധിക്കുന്ന, നമ്മുടെ ഹൃദയത്തിൽ വസിക്കാനാണ് ദൈവം ആദ്യം ആഗ്രഹിക്കുന്നത്. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ വസിക്കാനാണ് ദൈവത്തിന് ഏറ്റവും വലിയ ഇഷ്ടം. അതിനുശേഷമാണ് ദൈവം ആലയത്തിൽ ആയിരിക്കുകയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നത്. അപ്പം ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആലയം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ്. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനമില്ലെങ്കിൽ പിന്നെ മനോഹരമായൊരു ആലയം നിർമ്മിച്ചിട്ട് ദൈവത്തിൻ്റെ പ്രീതി സമ്പാദിക്കാൻ നമുക്കൊരിക്കലും സാധ്യമല്ല. എനിക്ക് വേണ്ടി ഞാൻ വിശുദ്ധീകരിച്ച ആലയം നീക്കിക്കളയാതിരിക്കാൻ മനോഹരമായ ആലയത്തിൽ നാം ആയിരിക്കുകയും എൻ്റെ ഹൃദയത്തിൽ ഞാൻ ദൈവത്തെ പൂജിക്കുകയും അങ്ങനെ ഹൃദയത്തിൽ ദൈവത്തെ പൂജിക്കുന്ന വലിയ ഒരു സമൂഹം ആലയത്തിൽ ഒരുമിച്ച് കൂടുകയും ചെയ്യുമ്പോൾ ആ ആലയം അനുഗ്രഹിക്കപ്പെട്ടതാകും. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മളൊക്കെ നമ്മളൊക്കെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നവരാണ്. മനോഹരമായ ദേവാലയങ്ങൾ നിർമ്മിക്കാനും മനോഹരമായ ദേവാലയത്തിന് വേണ്ടി പണം ചെലവാക്കാനും നമുക്കൊക്കെ വലിയ താല്പര്യമാണ്. നമ്മുടെയൊക്കെ ആലയം അതിമനോഹരമായിരിക്കണമെന്ന് നമുക്ക് വലിയ ആഗ്രഹമുണ്ട്. എന്നാൽ നമ്മൾ കൈകൊണ്ട് പണിയുന്ന ഈ ആലയത്തേക്കാൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയമാകുന്ന ആലയത്തിൽ ജീവിക്കുന്നതിനാണ്. നമ്മുടെ ഹൃദയമാകുന്ന ആലയത്തിൽ എപ്പോഴും ആയിരിക്കാൻ ദൈവം ഇഷ്ടപ്പെടുന്നു. എൻ്റെ ഹൃദയമാകുന്ന ആലയം, അവിടെ ദൈവത്തെ ഞാൻ പൂജിക്കാനും ആ ഹൃദയത്തിൽ സ്വസ്ഥമായിരിക്കാനും എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനമുണ്ടോ?
എൻ്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ തമ്പുരാന് എന്തുമാത്രം സ്ഥാനം നൽകിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ദൈവത്തിന് എന്തുമാത്രം സ്ഥാനം നൽകിയിട്ടുണ്ട്. എൻ്റെ ദൈവമാണ് എന്നെ നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെനിക്ക് പറയാമോ? എൻ്റെ ദൈവം എന്നോട് പറയുകയാണ്, നീ അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഞാനത് ചെയ്യാതിരിക്കുമെന്നോ അതോ ഞാനത് ചെയ്യുമോ? ദൈവത്തിൻ്റെ തിരുമനസ് ഞാൻ നിറവേറ്റുമോ ഇല്ലയോ? ഞാൻ ആലയത്തിൽ പ്രാർത്ഥിക്കുകയും എന്നാൽ എൻ്റെ ഹൃദയം വേറെ ഇടത്താവുകയും എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനമില്ലാതിരിക്കുകയും ചെയ്യുന്നു എങ്കിൽ അവിടുന്ന് വസിക്കുന്ന ആലയത്തിൽ ഞാൻ പോയി എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. ആദ്യം ഞാൻ എൻ്റെ ദൈവത്തിന് എൻ്റെ ഹൃദയത്തിലാണ് സ്ഥാനം നൽകേണ്ടത്. എൻ്റെ ഹൃദയത്തിൽ ഞാൻ ദൈവത്തിന് സ്ഥാനം നൽകിയിട്ടില്ല എങ്കിൽ എൻ്റെ മറ്റ് പ്രാർത്ഥനകളും എൻ്റെ ആലയത്തിലേക്കുള്ള പോക്കും എൻ്റെ അവിടുത്തെ ഭക്തകൃത്യങ്ങളും എല്ലാം വെറും അഭ്യാസങ്ങൾ മാത്രം. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. അവിടുത്തെ വചനങ്ങളോട് അതുകൊണ്ട് നമുക്ക് വിശ്വസ്തമായിരിക്കാം. ദൈവത്തിൻ്റെ വചനത്തോട് വിശ്വസ്തമല്ലെങ്കിൽ ദൈവം നമ്മളോട് ഒരിക്കലും കരുണ കാണിക്കുകയില്ല. ജോഷുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുവചനം കർത്താവ് ജോഷുവയെ വളരെ മനോഹരമായി ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഒരിക്കലും നിന്നെ പിരിയുകയില്ല എന്ന് പറയുന്നുണ്ട്. ജോഷുവയെ കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു, ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ അധരത്തിലുണ്ടായിരിക്കണം. അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും നീ ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. ഇതിൽ നിന്ന് വരുന്നതാണ് അനുഗ്രഹം. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ അധരത്തിലുണ്ടായിരിക്കണം. അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. നിൻ്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. സ്നേഹമുള്ളവരെ, നമ്മൾ ന്യായപ്രമാണത്തെ ഗ്രന്ഥത്തെക്കുറിച്ച് എപ്പോഴാണ് സംസാരിക്കാറുള്ളത്? അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ടോ? അതിനെന്തു വിലയാണ് ഞാൻ നൽകിയിരിക്കുന്നത്? രാവും പകലും ഞാൻ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്? രാവും പകലും എൻ്റെ ചിന്താവിഷയമായിരിക്കുന്ന കാര്യം ഏതാണ്? ദൈവത്തിൻ്റെ ന്യായപ്രമാണമാണോ? ദൈവത്തിൻ്റെ കൽപ്പനകളാണോ? അതിന് ഞാൻ എത്രത്തോളം പ്രാധാന്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ നൽകുന്നുണ്ട്? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏത് തരത്തിലാണ് ദൈവത്തെ മാനിക്കുന്നത്? അങ്ങനെയാണ് എങ്കിൽ നമുക്ക് വലിയ ഒരു ചിന്ത ആവശ്യമാണ്. ഞാൻ എവിടെ കിടക്കുന്നു? ജോഷുവയോട് കർത്താവ് പറഞ്ഞത്, ആരും നിന്നെ തോൽപ്പിക്കാതിരിക്കാൻ, എന്നും നീ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കാൻ ന്യായപ്രമാണത്തിൽ എപ്പോഴും ശ്രദ്ധയുണ്ടായിരിക്കണം. അതിലെഴുതിയിരിക്കുന്നതിനെക്കുറിച്ച് ധ്യാനിക്കണം. ആ ചിന്തയിൽ വളരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എൻ്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും എന്നെ തോൽപ്പിക്കാതിരിക്കാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ നിയമങ്ങൾ, അവിടുത്തെ ന്യായപ്രമാണങ്ങൾ എൻ്റെ അധരത്തിലും അതിൽ എഴുതിയിരിക്കുന്നത് പാലിക്കുവാൻ ഞാനെപ്പോൾ ശ്രദ്ധാലുവും ആണെങ്കിൽ മാത്രം. അങ്ങനെയാണെങ്കിൽ മോശയോടുകൂടെ എന്ന പോലെ നിന്നോടുകൂടെയും ഞാനുണ്ടായിരിക്കും. ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. ശക്തനും ധീരനുമായിരിക്കുക. ശക്തനും ധീരനുമായിരിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുക. എവിടെയെങ്കിലുമൊക്കെ പാളിച്ചകളും തകർച്ചകളും വന്ന് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ നോക്കേണ്ടത് എന്താണ് എൻ്റെ ജീവിതത്തിലെ തകർച്ചയ്ക്കും ഈ പാളിച്ചകൾക്കും കാരണം? ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ നിന്ന് ഞാൻ മാറിയിട്ടുണ്ടോ? എൻ്റെ അധരത്തിൽ എപ്പോഴും ഉള്ളത് എന്താണ്? എൻ്റെ ചിന്താവിഷയമായിരിക്കുന്ന കാര്യം ഏതാണ്? ഭൗതിക സുഖസൗകര്യങ്ങളെക്കുറിച്ചും എൻ്റെ ജീവിത സൗകര്യങ്ങളെക്കുറിച്ചും സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും എൻ്റെ ഭാവി സുരക്ഷിതമാക്കുവാൻ വേണ്ടി കുറേ സമ്പത്തുണ്ടാക്കാനും മാത്രമാണോ ഞാൻ ശ്രദ്ധ വച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ചിന്തയും മനസ്സും നമ്മുടെ വ്യാപാരങ്ങളും എൻ്റെ അധരവും എപ്പോഴും ദൈവത്തിൻ്റെ ന്യായപ്രമാണം നിറഞ്ഞു നിൽക്കുവാനായിട്ട്
നമുക്ക് ആഗ്രഹിക്കാം. തമ്പുരാൻ്റെ ന്യായപ്രമാണം എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ആർക്കും എന്നെ തോൽപ്പിക്കാനാവാത്ത വിധം ഞാൻ ശക്തനും ധീരനും ആകുന്നത്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള തമ്പുരാനെ, അങ്ങയുടെ കൽപ്പനകളും പ്രമാണങ്ങളും എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാകത്തക്ക വിധത്തിൽ എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരനുഭവമായി അങ്ങയെ കൽപ്പനകൾ മാറട്ടെ. അങ്ങയെ കൽപ്പനകളെ ഇഷ്ടപ്പെടാനും ആ കൽപ്പനകളെ സ്നേഹിക്കാനും എനിക്ക് ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് അമ്മ സമർപ്പിച്ചതുപോലെ ദൈവഹിതത്തിന് എപ്പോഴും തന്നെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.